നെല്ലിക്കുഴി പഞ്ചായത്തിൽ വയോധിക മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ച സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ തീരുമാനമെടുത്തതായി പഞ്ചായത്ത് പ്രസിഡന്റ് സനീറ നസീർ അറിയിച്ചു. ഇതിന്റെ ഭാഗമായി ആരോഗ്യ പ്രവർത്തകരുടെയും ഹരിതകർമ്മ സേനയുടെയും സംയുക്ത യോഗം അടിയന്തരമായി വിളിച്ചു ചേർക്കും. 4 ദിവസം മുൻപ് മരണപ്പെട്ട തൃക്കാരിയൂർ സ്വദേശിക്ക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചിരുന്നു. നെല്ലിക്കുഴി പഞ്ചായത്ത് 6-ാം വാർഡിൽ 73 വയസ്സുള്ള വയോധിക മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ച സംഭവത്തിൽ ആവശ്യമായ മുൻകരുതലുകൾ കൈക്കൊള്ളുമെന്ന് നെല്ലിക്കുഴി പഞ്ചായത്ത് പ്രസിഡന്റ് സനീറ നസീർ അറിയിച്ചു. പഞ്ചായത്ത് ഫാമിലി ഹെൽത്ത് സെന്ററിലെ JPHN, HI ഡോക്ടർ സരിൻ എന്നിവരുമായി ബന്ധപ്പെട്ട് അടിയന്തരമായി തൃക്കാരിയൂർ പ്രദേശത്ത് കമ്മിറ്റി വിളിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഹരിതകർമ്മ സേനയുടെ റിവ്യൂ മീറ്റിംഗിൽ വിഷയം സംസാരിക്കുകയും ശുചീകരണ പ്രവർത്തനങ്ങൾ കൂടുതൽ ശ്രദ്ധയോടെ നടത്തിവരുന്നതിനുള്ള നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ വാർഡ് തലത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജിതമാക്കാൻ തീരുമാനിച്ചതായി പ്രസിഡന്റ് സനീറ നസീർ വ്യക്തമാക്കി. ഇന്നലെയാണ് നമ്മുടെ പഞ്ചായത്തിലേക്ക് രാജഗിരി ഹോസ്പിറ്റലിൽ നിന്നും ഈ മസ്തിഷ്ക ജ്വരം ബാധിച്ചാണ് സഹോദരി മരിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതറിഞ്ഞപ്പോൾ തന്നെ രാവിലെ തന്നെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ഈ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിലെ ജീവനക്കാരെയും ഹരിതകർമ്മ സേനയിലെ എല്ലാ 24 വാർഡിലെ എല്ലാ അംഗങ്ങളെയും വിളിച്ച് റിവ്യൂ മീറ്റിംഗ് അടക്കം ഇന്ന് പഞ്ചായത്തിൽ കൂടുകയുണ്ടായി. ഈ ഫണ്ടെല്ലാം വരുന്നതിന് മുമ്പേ തന്നെ മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഈ പൂർവ്വകാല ശുചീകരണ പ്രവർത്തനങ്ങൾ ഗ്രാമപഞ്ചായത്തിൽ ഞങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇനിയും വരുന്ന ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് വളരെ പക്വതയോടുകൂടി വളരെ ഉത്തരവാദിത്വ ബോധം മറ്റ് ആളുകളെ ഏൽപ്പിച്ചുകൊണ്ട് എല്ലാ വാർഡുകളും ക്ലീൻ ചെയ്യാൻ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് നിർദ്ദേശം എല്ലാ വാർഡ് മെമ്പർമാർക്കും അതുപോലെ ആശാവർക്കർമാർക്കും കൊടുത്തിട്ടുണ്ട്. ജനസാന്ദ്രത കൂടുതലുള്ള പഞ്ചായത്ത് എന്ന നിലയ്ക്ക് ഒരാഴ്ച മുമ്പ് തന്നെ വാർഡ് തല ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നു. രോഗം സ്ഥിരീകരിച്ചതിനു ശേഷം അടിയന്തരമായി ആരോഗ്യ പ്രവർത്തകരുടെ യോഗം വിളിച്ചുകൂട്ടി തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. ഇളം ചൂടുള്ള ശുദ്ധജലത്തിലാണ് നിഗ്ലേറിയ ഫൗളറി എന്ന ശാസ്ത്രീയ നാമത്തിലുള്ള മസ്തിഷ്ക ജ്വരത്തിന് കാരണമായ അമീബയെ കണ്ടുവരുന്നത്. കുളങ്ങളിലും മറ്റും ഇവയുടെ സാന്നിധ്യത്തിന് സാധ്യത കൽപ്പിക്കുന്നു. ഇക്കാരണം കൊണ്ട് തന്നെ പഞ്ചായത്തിലെ പൊതുകുളങ്ങൾ, ജലാശയങ്ങൾ എന്നിവ ക്ലോറിനേറ്റ് ചെയ്ത് സൂക്ഷിക്കാനാണ് പഞ്ചായത്തിന്റെ തീരുമാനം. യോഗത്തിൽ വൈസ് പ്രസിഡന്റ് അബു കൊട്ടാരം, സ്ഥിരം സമിതി അധ്യക്ഷൻ സത്താർ വട്ടക്കുടി, സൽജ ജോസ്, ഫൗസിയ ഷിയാസ്, രാഹുൽ തങ്കപ്പൻ, അജി പരമല്ലൂർ, അൻഷാദ് മഞ്ഞാങ്ങൽ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.